ചട്ടം 50A പ്രകാരം എല്ലാ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും അർബൻ ബാങ്ക് ഉൾപ്പെടെ ഉള്ളവരുടെയും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ ചാർജ് എടുത്ത് ഒരു വർഷത്തിനകം ഇങ്ങനെയുള്ള ട്രെയിനിങ് പങ്കെടുക്കണമെന്ന് നിയമവ്യവസ്ഥയിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് തിരുവനന്തപുരം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലാസിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുപ്പതനം ബാങ്കിന്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ VM ശശി, ഈ ചടങ്ങിന് സ്വാഗതം പറയുന്നതിന് ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ PH സാബു, ICMന്റെ ഡയറക്ടർ ഡോക്ടർ ജയമോഹൻ സാറ്, എറണാകുളം ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായ ഞങ്ങളുടെ എല്ലാം ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ശ്രീമതി തങ്കമണി സാറ്, എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിൽ സഹകരണ നിയമത്തിൽ വന്ന ഒരു ഭേദഗതിയാണ് ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നിർബന്ധമാക്കിയത്. അതിനു മുമ്പ് പരിശീലനമുണ്ട്. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും പ്രസിഡന്റ്, സെക്രട്ടറി, സ്റ്റാഫ് എല്ലാം പരിശീലനത്തിന് പോകാറുണ്ട്. പക്ഷെ നിയമം മൂലം നിർബന്ധമാക്കിയ ഒരു പരിശീലനമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സഹകരണ ചട്ടത്തിലെ 50A വ്യവസ്ഥ പ്രകാരം ഭരണസമിതി അംഗങ്ങൾ വർഷത്തിൽ ചാർജ് എടുത്ത് ഒരു വർഷത്തിനകം സഹകരണ നിയമം അനുശാസിക്കുന്ന ഒരു പരിശീലനം പൂർത്തിയാക്കണം എന്ന വ്യവസ്ഥ സഹകരണ നിയമത്തിൽ കൊണ്ടുവന്നത്. 5 ദിവസത്തെ പരിശീലനമാണ് രജിസ്ട്രാർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് രജിസ്ട്രാർ കൊണ്ടുവന്ന നോംസ് അനുസരിച്ച് ഒറ്റ സ്ട്രെച്ചിൽ ഈ 5 ദിവസത്തെ ട്രെയിനിങ് നടത്താൻ പറ്റില്ല. അപ്പോൾ രജിസ്ട്രാറുടെ നിർദ്ദേശം എന്ന് പറയുന്നത് 2 ഈ ട്രെയിനിങ് നടത്താൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതൊരു പാർട്ട് പ്രോഗ്രാമാണ്. ഈ പാർട്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ഡയറക്ടേഴ്സ് വീണ്ടും 2 ദിവസത്തെ പ്രോഗ്രാമും കൂടി പങ്കെടുത്തു കഴിയുമ്പോഴാണ് ഈ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് ഒഫീഷ്യലായിട്ട് ഇഷ്യൂ ചെയ്യുക. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത. ഇന്നലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഈ പരിശീലനം ആവശ്യമായി വന്ന സംഗതി കേരളത്തിലെ സഹകരണ മേഖലയിൽ സുസംഘടിതവും സുശക്തവുമായ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉണ്ടായ ഒറ്റപ്പെട്ട ചില സഹകരണ സ്ഥാപനങ്ങളിലെ ചില ക്രമക്കേടുകളാണ്. അങ്ങനെ ക്രമക്കേടുകൾ ഒറ്റപ്പെട്ടതെങ്കിലും അത് നമ്മുടെ മേഖലയിൽ വല്ലാതെ കരിനിഴൽ വീഴ്ത്തുകയും അറിഞ്ഞും അറിയാതെയും ചെയ്ത പോരായ്മകൾ മേഖലയെ തകർക്കുന്ന രൂപത്തിലേക്ക് വളർന്നു വരികയും ചെയ്തു. അറിഞ്ഞു ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശിക്ഷ വാങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. നിയമത്തിൻ്റെ കാർക്കശ്യമുള്ള ഖഡ്ഗം നമ്മുടെ നേരെ കടന്നു വരും. അറിയാതെ സംഭവിച്ച കാര്യങ്ങൾ നമ്മുടെ അറിവില്ലായ്മ മൂലം, സാങ്കേതിക പരിജ്ഞാനത്തിൻ്റെ കുറവ് മൂലം, സഹകരണ നിയമത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുറവ് മൂലമെല്ലാം നമുക്ക് സംഭവിച്ച കുറേയേറെ മാറ്റങ്ങളുണ്ട്. 76 നിക്ഷേപ സമാഹരണത്തോടുകൂടി നമ്മുടെ കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളെല്ലാം വ്യാപകമായി സഹകരണ ബാങ്കുകളായിട്ട് പരിവർത്തനം ചെയ്തു. 1ഉം 2ഉം രൂപയുടെ ഇടപാടുകളല്ല, 2 ലക്ഷം കോടിയുടെ നിക്ഷേപ വായ്പാ ഇടപാടുകൾ നടത്തുന്ന കേരളത്തിലെ സുസംഘടിതമായ സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനെ നയിക്കുന്ന അതിൻ്റെ ലീഡർഷിപ്പാണ് ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലകളിലെ രീതിശീലങ്ങളിൽ നിന്നും മാറി ജീവനക്കാരെ ആണെങ്കിലും ഭരണസമിതി അംഗങ്ങളെ ആണെങ്കിലും നയിക്കണമെങ്കിൽ, സഹകാരികളെ ഏറ്റവും നല്ല സേവനം നൽകണമെങ്കിൽ നമ്മളുടെ കൈവശമുള്ള പരമ്പരാഗത മാമൂലുകൾ നമുക്ക് തികയാതെ വരുന്നു. പുതിയ രീതിശീലങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. അതിന് നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അതിൻ്റെ ഒരു ആദ്യ ചുവട്ടുപടിയായി നമുക്ക് നിയമം മൂലം നിർബന്ധമാക്കിയ ഈ പരിശീലനത്തെ നമുക്ക് കാണാം. ഈ പരിശീലനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയമപ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ള 5-6 ഏജൻസികളുണ്ട്. ICM തിരുവനന്തപുരം, ICM കണ്ണൂർ, കിക്കുമ, സഹകരണ വകുപ്പ്, ഇതെല്ലാം ഈ ട്രെയിനിങ് നടത്താൻ വേണ്ടി സ്റ്റേറ്റിൽ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള അംഗീകൃത ഏജൻസികളാണ്. മുപ്പത്താം സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണ മന്ദിരം ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി ഈ ഹാള് ട്രെയിനിങ് ഹാളായി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാഴ്ചപ്പാട് ബാങ്ക് ഭരണസമിതിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിലെ ഔദ്യോഗികമായ എല്ലാ ട്രെയിനിങ് ഏജൻസികൾക്കും
ഉപതല സർവീസ് സഹകരണ ബാങ്കിൽ ഇങ്ങനൊരു സൗകര്യമുണ്ട്, ഇങ്ങനൊരു ഹാളുണ്ട്. ഇനി ദൂരദേശത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഇവിടെ താമസിക്കാൻ വേണ്ടി 36 പേർക്ക് താമസിക്കാനുള്ള ഒരു AC ലോഡ്ജ് നമ്മൾ മുകളിൽ ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ ഏത് ട്രെയിനിങ് വേണമെങ്കിലും നമുക്ക് നല്ല നിലയിൽ കണ്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് എന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഭരണസമിതി തീരുമാനമെടുത്ത് അറിയിക്കുകയുണ്ടായി. ബാങ്കാണെങ്കിൽ ഒരു ചെറിയ സഹകരണ റെസ്റ്റോറൻറ്റ് നടത്തും. അപ്പം നമുക്ക് കേരളത്തിലെ ആകെയുള്ള സഹകാരികൾക്ക് എത്താനും ട്രെയിനിങ്ങിനുമുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഉപതല സർവീസ് സഹകരണ ബാങ്ക്. ആ ഞങ്ങളുടെ നടപടികളോട് ഏറ്റവും ആദ്യം പോസിറ്റീവായി പ്രതികരിച്ചത് ICM തിരുവനന്തപുരമാണ്. അതിന് ICM തിരുവനന്തപുരത്തിൻ്റെ ലീഡർഷിപ്പിനോട് ഉപതല സർവീസ് സഹകരണ ബാങ്കിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഈ ലളിതമായ ഈ ഭരണസമിതി അംഗങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ ബാങ്കിൻ്റെ ഞങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രസിഡന്റ്, അദ്ദേഹം സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഡയറക്ടർ കൂടിയാണ്, സർക്കിൾ യൂണിയൻ ചെയർമാനാണ്. ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ബാങ്ക് പ്രസിഡന്റിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ഡയസിൽ റിട്ടയേർഡ് ജോയിന്റ് രജിസ്ട്രാർ തങ്കമണി സാർ, ഈ ജില്ലയിലെ മിക്കവാറും സാറിന് അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാ കാറ്റഗറിക്കൽ വർക്കിലും സാറ് ഇടപെട്ടിട്ടുണ്ട്, ഓഡിറ്റിൽ ഇടപെട്ടിട്ടുണ്ട്, ഭരണവിഭാഗത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടടുത്ത ഒരു വനിതാ സഹകരണ സംഘത്തിൻ്റെ ഭരണസാന്നിധ്യവും സാറ് തന്നെയാണ് വഹിക്കുന്നത്. ഏറെ സ്നേഹപൂർവ്വം തങ്കമണി സാറിനെ ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഇവിടെ റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ MD രഘു, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സർവീസ് എക്സ്പെർട്ടുകളിൽ ഒരാളാണ് രഘു. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ കാസർഗോഡായിരിക്കും, പിറ്റേ ദിവസം പത്തനംതിട്ട ആയിരിക്കും. ഏതൊരു സർവീസ് മാറ്ററിനും ഒറ്റ വാക്കിൽ ഉത്തരവ് പറയാൻ കഴിയുന്ന സംസ്ഥാനത്തെ ഒരു 8-10 പേരെ എടുത്താൽ അതിൽ ഒരാളായിട്ട് രഘു മാറിയിരിക്കുന്നു. സർവീസ് ബുക്കുകൾ തയ്യാറാക്കുന്നതിൽ, ജീവനക്കാരുടെ സർവീസ് മാറ്ററുകളിൽ അഭിപ്രായം പറയുന്നതിലെല്ലാം സംഘങ്ങൾക്ക് വളരെ അനുകൂലമായി ഓടിയെത്തുന്ന വിളിപ്പുറത്തുള്ള ഒരു റിട്ടയേർഡ് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് രഘു. ICMൻ്റെ ഗസ്റ്റ് ഫാക്കൽറ്റികളിലൊന്നായി ഇപ്പോൾ ICM അദ്ദേഹത്തെ പരിഗണിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സ്നേഹിതം കൂടിയാണ്. ഉപതല ബാങ്കിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു നിത്യസന്ദർശകനാണ് രഘു. ഏറ്റവും സ്നേഹപൂർവ്വം MD രഘുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ 3 ദിവസത്തെ പ്രോഗ്രാമിന് ഈ ആദ്യ സെഷൻ ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ICMൻ്റെ ഡയറക്ടറായിട്ടുള്ള ജയമോ സാറാണ്. ജയമോ സാർ ഇന്നലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. നല്ല ഒരു ടീമിനെയാണ് സാർ ഈ ക്ലാസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഓരോ ദിവസവും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ആളുകളെയാണ് ഈ ക്ലാസ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യുന്നത് സാറാണ്. അപ്പോൾ ICM തിരുവനന്തപുരത്തിനെ അതിൻ്റെ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന വിപുലമായ വൈപുല്യത്തിലേക്ക് ICMനെ നയിക്കുന്ന ശ്രദ്ധേയമായ കുറേയേറെ പ്രോഗ്രാമുകൾ സാറ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ജയമോ സാറിനെ ഏറ്റവും ആദരപൂർവ്വം ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി MD രഘുവിനെ നിയോഗിച്ചിട്ടുണ്ട്. നാളെ സുരേന്ദ്ര ബാബു സാർ എത്തിച്ചേരും. സഹകരണ നിയമം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ കൂടിയാണ് അദ്ദേഹം. ICMൻ്റെ ഫാക്കൽറ്റിയാണ്. നാളെയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. സുരേന്ദ്ര ബാബു സാറിനെ ഞാൻ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിറ്റേ ദിവസം ഏറ്റവും ലളിതമായി സഹകരണ മേഖലയിലെ ഫണ്ട് മാനേജ്മെൻറ്റും അതിൻ്റെ ഉൾവഴികളുമെല്ലാം അതിലളിതമായ ഭാഷയിൽ വിശദീകരിക്കാൻ കഴിയുന്ന ക്രിസ്തുദാസ് സാർ ഇവിടെ എത്തിച്ചേരും. വലിയ അനുഭവമാണ്. ഏതാനും ഒരു മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടായി. ഫണ്ട് മാനേജ്മെൻറ്റാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ബാലൻസ് ഷീറ്റിൻ്റെയും ഫണ്ട് ഫ്ലോയുടെയും എല്ലാം വലിയ സാധ്യതകൾ, എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്നെല്ലാം അതിലളിതമായ ഭാഷയിൽ വിശദീകരിച്ച് തരാൻ ക്രിസ്തുദാസ് സാറിന് അന്ന് പറ്റി. അപ്പോൾ ഒരു എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് എഴുതിക്കും ജയമോ സാർ. ആ റിപ്പോർട്ടിനകത്ത് നമുക്ക് അഭിപ്രായം എഴുതാം. ഞാൻ അതിനകത്ത് എഴുതിയ ഒരു അഭിപ്രായം പ്രത്യേകമായി ഞാൻ അടിവരയിട്ടിരുന്നു. ഇദ്ദേഹത്തെ കൈവിടരുത്, ഇദ്ദേഹത്തെ ഈ മേഖലയ്ക്ക് ആവശ്യമുണ്ട് എന്ന് പ്രത്യേകമായി ഞാൻ പരാമർശിച്ച് തിരുവനന്തപുരത്ത് എൻ്റെ അഭിപ്രായം കുറിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ഈ ക്ലാസ്സിൻ്റെ ഷെഡ്യൂളിൽ സാറ് ക്രിസ്തുദാസ് സാറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അതൊരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾക്ക് മാറും. സർവോപരി ഈ ജില്ലയിലെ 10ഓളം സഹകരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാരും ഭരണസമിതി അംഗങ്ങളും
പൊതുപ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഹകരണത്തിൻ്റെ ഒരു നേതൃത്വമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ രൂപത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്ക് ഒരു റെസ്പോൺസിബിൾ ലീഡർഷിപ്പിനെ വാർത്തെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് അതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട സഹകാരികളായിട്ടുള്ള സംഘം പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഏറ്റവും ആദരപൂർവ്വം ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ VM ശശി സാറിനെ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ ക്ലാസ് നയിക്കുന്ന ICMൻ്റെ ഡയറക്ടർ ഡോക്ടർ ജയമോഹൻ സാറ്, ക്ലാസ് എടുക്കുന്ന റിട്ടയർഡ് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ MD രഘു, റിട്ടയർഡ് ജയ ശ്രീമതി തങ്കമണി, മുപ്പത്തനം ബാങ്കിൻ്റെ സെക്രട്ടറി PH സാബു, ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റുമാർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പോൾ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതൊരു ചടങ്ങിൻ്റെ ഭാഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ്സിനാണ് പ്രാധാന്യം. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം വളരെ കരുത്തുറ്റതാണ്. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവുമായി ബന്ധം ഇല്ലാത്തവർ ആരുമില്ല. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കേരള ജനത. അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സഹകരണ മേഖലയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് വലിയ വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടി കഴിയുന്നുണ്ട്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അടുത്ത കാലത്തായി ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തിരുത്തപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഓരോ സഹകരണ ബാങ്കുകളെയും അതിൻ്റെ വിശ്വാസ്യത നിലനിർത്തി നയിച്ച് അതിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ബോർഡ് മെമ്പർമാരും അതിൻ്റെ ഭരണസമിതിയും എല്ലാമാണല്ലോ. നമുക്ക് ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്കകത്ത് 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണുള്ളത്. സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. മറ്റ് ബാങ്കുകൾ പോലെയല്ല. സമൂഹത്തോട് കടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടേതാണ് സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് തന്നെ കടപ്പെട്ട് ഇരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് സഹകരണ നിക്ഷേപത്തിൻ്റെ ഏതാണ്ട് 70% കേരളത്തിൽ നിന്നാണ്. സാമ്പത്തിക രംഗത്ത് വളരെ ശക്തിയാണ്, വളരെ കരുത്താണ് സഹകരണ മേഖല. അതിനെ നിലനിർത്താൻ വേണ്ടി കഴിയണം നമുക്ക്. ഇപ്പൊ പണ്ഡിറ്റ് നെഹ്റു തന്നെ പറഞ്ഞിട്ടുള്ളത്, ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ഗ്രാമത്തിൻ്റെയും വികസനത്തിന് അനിവാര്യമായത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം സഹകരണ ബാങ്കുകളാണ്, സഹകരണ പ്രസ്ഥാനമാണ്. മറ്റൊന്ന് അവിടുത്തെ പ്രാദേശിക ഭരണസമിതിയാണ്. മറ്റൊന്നൊരു സ്കൂളാണ്. അത് ഓരോ പ്രദേശത്തിൻ്റെയും വികസനത്തിന് അനിവാര്യമാണെന്ന് പണ്ഡിറ്റ് നെഹ്റു അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള ഈ സഹകരണ മേഖല, ആ നിലയ്ക്കുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളുടെ എല്ലാം വാക്കുകൾ എടുത്തുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നത്. പഴയതിൽ നിന്നും വ്യത്യസ്തമാണിപ്പോൾ സഹകരണ രംഗം. ഇപ്പോൾ കാർഷിക രംഗത്ത് ഇടപെടാൻ വേണ്ടി പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഓരോ സ്ഥലങ്ങളിലും രൂപീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ കാർഷിക രംഗത്ത് ഉള്ള ഇടപെടൽ മാത്രമല്ല, വൈവിധ്യവൽക്കരണത്തിൻ്റെ കാലമാണിത്. ആ വൈവിധ്യവൽക്കരണമില്ലാതെ, ആധുനികവൽക്കരണമില്ലാതെ സഹകരണ സംഘങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വിവിധ പദ്ധതികളാണ് സഹകരണ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ നടപ്പിലാക്കി വരുന്നത്. സഹകരണ മേഖല ഇപ്പോൾ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും അതുപോലെ പരമ്പരാഗത മേഖലയിലും എല്ലാം ഇടപെട്ട്
ഇതിൻ്റെ വികാസം ഏതാണ്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ ഉള്ളൂ. ഒട്ടേറെ പദ്ധതികൾ ഇതിനകത്ത് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കളമശ്ശേരി മണ്ഡലത്തിൽ കളമശ്ശേരിയുടെ MLA-യും വ്യവസായ മന്ത്രിയുടെ P. രാജീവ് നടപ്പിലാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സഹകരണ ബാങ്കുകളാണ്. കളമശ്ശേരി മണ്ഡലത്തിൽ വരുന്ന 17 സഹകരണ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ ഇവിടെയുള്ള 6 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും യോജിപ്പോട് കൂടിയിട്ട് ഉള്ള വലിയ പദ്ധതി കൃഷിക്കൊപ്പം കളമശ്ശേരി എന്ന പേരിൽ നടപ്പിലാക്കുകയാണ്. ഇത് മുഖ്യമായും കൃഷിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് തന്നെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ജയങ്കരുണ്ട്, വെളിയനാട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്. അതുപോലുള്ള സഹകരണ ബാങ്കുകൾ, പാലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക്, കുന്നുകര സർവീസ് സഹകരണ ബാങ്ക്, വെളിയനാട് സഹകരണ ബാങ്ക്, മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക്, അവിടെയെല്ലാം കാർഷിക രംഗത്ത് ഇടപെടാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ്. കൃഷിക്കൊപ്പം കളമശ്ശേരി പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷം കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. തരിശ് ഭൂമികളെല്ലാം അവിടെയെല്ലാം കൃഷി ഇറക്കാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയതിന്റെ ഫലമായി വലിയ നിരക്കുള്ള ഉൽപാദന വർധനമാണ് കളമശ്ശേരി മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കളമശ്ശേരിയെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ കളമശ്ശേരി ഒരു വ്യവസായ മേഖലയാണ്. പക്ഷേ വ്യവസായ മേഖല ഇപ്പോൾ കാർഷിക മേഖലയും വ്യവസായ മേഖലയും സമന്വയിപ്പിച്ചുകൊണ്ട് കാർഷിക രംഗത്ത് തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കുന്നുകര സർവീസ് സഹകരണ ബാങ്ക് ഈ കളമശ്ശേരി മണ്ഡലത്തിൽ വരുന്നതാണ്. അവിടെ ഉണ്ടാക്കുന്ന കൃഷിക്കാരുടെ കപ്പ, കായ എല്ലാം ബാങ്ക് ഏറ്റെടുത്ത് അതിൽ നിന്ന് ചിപ്സ് ഉണ്ടാക്കി അതിൽ എണ്ണ നീക്കം ചെയ്ത് വാക്യൂം പാക്കിങ്ങുകളിലാക്കി അത് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയ പദ്ധതി, വലിയ പ്ലാന്റ് അവർ ആരംഭിച്ചു. വെളിയനാട് സർവീസ് സഹകരണ ബാങ്ക് അവരെ കൂൺ കൃഷി, ആ പ്രദേശത്തുള്ള കുടുംബങ്ങളിലെല്ലാം കൂണിന്റെ വിത്തും അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് 100 കണക്കിന് കുടുംബങ്ങളിൽ കൂണ് ഉൽപ്പാദിപ്പിച്ച് അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി അത് ഇപ്പോൾ വിപണനം നടത്തി പാക്ക് ചെയ്ത് വിപണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുന്നത്. മാഞ്ഞാലി സർവീസ് സഹകരണ ബാങ്ക് കൂവ കൃഷി, കൂവ എന്ന് പറയുന്നത് പണ്ടൊക്കെ കാട്ടിൽ വളരുന്ന ഒരു ചെടിയാണ്, ഇപ്പൊ കൃഷിയാണ്. അതിന്റെ വിത്ത് ഏതാണ്ട് 200 ഏക്കർ വരുന്ന സ്ഥലത്ത് കൃഷിക്കാർക്ക് വിത്ത് കൊടുത്ത് കൂവ കൃഷി നടത്തി കൂവ ബാങ്ക് തിരിച്ചെടുത്ത് കൂവയുടെ ഉൽപ്പന്നങ്ങൾ അതുണ്ടാക്കി അത് വിപണനം നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് കരിമ്പ് കൃഷി ചെയ്യാൻ വേണ്ടി, പാലക്കാട് പണ്ട് ഒരു 19 കൊല്ലങ്ങൾക്ക് മുമ്പ് കരിമ്പ് കൃഷി നടന്നിരുന്ന സ്ഥലമാണ്, അത് അന്യം നിന്നുപോയി. ഇപ്പോൾ അവിടെ കരിമ്പ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുത്ത് കരിമ്പ് കൃഷി അവിടെ പുനഃസ്ഥാപിച്ചു. ആ കരിമ്പ് ആലങ്ങാട് ബാങ്കുകാർ ഏറ്റെടുത്ത് അതിനകത്ത് നിന്ന് ഗുണമേന്മയുള്ള ശർക്കര ഉണ്ടാക്കി അതിൻ്റെ വിപണനം നടത്തുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ശർക്കര ഉണ്ടാക്കുന്ന മറയൂരാണ്, എന്നാൽ അതിനേക്കാൾ ഗുണമേന്മയുള്ള ശർക്കര ആലങ്ങാട് ഉണ്ടാക്കുകയാണ്. അപ്പം അങ്ങനെ കൃഷിക്കാർക്ക് ആവശ്യമായ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതുമാത്രമല്ല, കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതിന് മാർക്കറ്റില്ല, വില കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ. അതിനും ആവശ്യമായ പദ്ധതികൾ ഇപ്പോൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു. കൃഷിക്കാരൻ്റെ കൃഷിയിടത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അത് വിപണിയിലെത്തിക്കുക, ആവശ്യക്കാരെ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തിക്കാനും ആവശ്യമായിട്ടുള്ള വാഹന സൗകര്യം, ശീതീകരിച്ച വാഹനത്തിൻ്റെ ഏർപ്പാടുകൾ ഇപ്പോൾ ആക്കിക്കഴിഞ്ഞു. അതുപോലെ ശീതീകരിച്ച ഗോഡൗൺ, ഇതിൻ്റെ വില വരുന്നതുവരെ മാർക്കറ്റ് ഉണ്ടാകുന്നതുവരെ അത് സൂക്ഷിച്ചു വെക്കാൻ ആവശ്യമായ ശീതീകരിച്ച ഗോഡൗൺ അതുണ്ടാക്കുക. അപ്പം ഇതിനെല്ലാം ആവശ്യമായ ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ നിലയ്ക്ക് മാതൃകാപരമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് എല്ലാവരും ഉണ്ട്, എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ്. സഹകരണത്തിൽ രാഷ്ട്രീയവും ജാതിയും മതമൊന്നുമില്ല, എല്ലാവരും സഹകരിച്ചാൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പം അത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് അതിന് തുടക്കം കുറിക്കാൻ കളമശ്ശേരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു പലർക്കും കഴിയും. വ്യത്യസ്ത രൂപത്തിൽ പല സംഘങ്ങളും എല്ലാം ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്.
അങ്ങനെയെല്ലാം വന്നാലേ നിലനിന്ന് പോകാൻ കഴിയും. ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ പഴയതിൽ നിന്ന് നമുക്ക് മാറണം. പഴയതിൽ നിന്ന് മാറി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ, അത് വിപണനം നടത്താൻ, അതിനകത്തെല്ലാം ആധുനികവൽക്കരണം നടത്താൻ എല്ലാം കഴിയത്തക്ക വിധത്തിലേക്ക് അതിനാവശ്യമായ പരിജ്ഞാനം നമ്മുടെ ബോർഡ് മെമ്പർമാർക്കും ജീവനക്കാർക്കും എല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ICM പോലെയുള്ള സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. നിരന്തരമായി ക്ലാസ്സുകൾ നടത്തണം. ഒരു ക്ലാസ് കൊണ്ടല്ല, വിദ്യാഭ്യാസവും തുടർ വിദ്യാഭ്യാസവും ആവശ്യമായി വന്നിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ ICM ഈ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുള്ളത്. അതിനെ ICM-നെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. താങ്ക് യു സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട തങ്കമണി മാഡത്തിന് ഈ പഠന ക്ലാസ്സിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ICM ഡയറക്ടർ ശ്രീമാൻ ജയമോഹൻ, ഇവിടെ ഈ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഏവരുടെയും സ്നേഹം നിറഞ്ഞ മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, സ്റ്റേറ്റ് യൂണിയൻ അംഗം, സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ശ്രീമാൻ VM ശശി, ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർത്തിരിക്കുന്ന എൻ്റെ ഒരു ശിഷ്യനും അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂർ താലൂക്കിലെ ഒരുപക്ഷെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നല്ല നിലയിൽ ഇൻസ്പെക്ടറായിട്ടും ഓഡിറ്ററായിട്ടും പിന്നീട് ജോയിൻ രജിസ്ട്രാറായിട്ടും റിട്ടയർ ചെയ്ത് വീണ്ടും ഈ സഹകരണ പ്രസ്ഥാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മളെ ഏവരെയും നയിക്കുന്നതിനും നല്ല രീതിയിൽ ഒരു സഹകരണ വിദ്യാഭ്യാസം നമുക്ക് ഇടയിൽ പകർന്നു തരുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രഘു, അതോടൊപ്പം തന്നെ ഈ മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സാബു, ഈ പഠന ക്ലാസ് വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിവിധ സഹകരണ സംഘങ്ങളിലെ പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ അംഗങ്ങളെ എല്ലാവർക്കും ഞങ്ങളുടെ ഏവരുടെയും പ്രത്യേകിച്ച് പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ്റെയും ഞങ്ങളുടെ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘത്തിൻ്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈ പഠന ക്ലാസ് ഇവിടെ മാത്രം നിലനിൽക്കുന്നതല്ല, അല്ലെ ഒരു ദിവസത്തെ ക്ലാസ് കൊണ്ടോ ഒന്നും സഹകരണ നിയമം നമുക്കൊക്കെ സ്വായത്തമാക്കാം എന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. കാര്യം ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മൂലകക്ഷമായിട്ട് പരിശോധിച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ സംശയങ്ങൾ ഒരിക്കലും തീരില്ല. അതാണ് ഈ സഹകരണം എന്ന് പറയുന്നത്. സഹകരണ നിയമത്തെ വെല്ലുവിളിക്കുന്നതിനോ അതല്ലെങ്കിൽ ആ നിയമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു നിയമമാണെന്നുള്ള ബോധ്യത്തിലോട്ട് നമ്മൾ ഇന്നും വന്ന് ചേർന്നിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. സഹകരണ നിയമം എന്ന് പറയുന്നത് വിവിധ കോടതികളുടെ ജഡ്ജ്മെൻറ്റ്, റീസാർട്ട് സർക്കുലറുകൾ, നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് മാറി വരുന്ന ലോകക്രമത്തിൽ സഹകരണ സ്ഥാപനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാതെ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടോ അല്ലെ ജീവനക്കാരനായിട്ടോ ഇരുന്നിട്ട് ഒരു വിശേഷവും ഇല്ലാത്ത ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് സഹകരണ മേഖല ഇന്ന് കടന്നു പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ പറയാറുണ്ട്, സഹകരണ മേഖല അല്ലെ സഹകരണ പ്രസ്ഥാനം ഇന്ന് നിലനിൽക്കുന്നത് പ്രാദേശികമായിട്ടുള്ള അംഗങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട്. ഇന്ന് ദരിദ്ര നാരായണന്മാരുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന കാര്യമല്ല. ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏതാണ്ട് 95% സ്ത്രീകളും കടക്കണിയിലാണ്. എന്തുകൊണ്ട് കടക്കണിയിൽ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴാണ്, അതിൻ്റെ ആഴത്തിലോട്ട് പോകുമ്പോഴാണ് ശരിക്കും നമുക്ക് കാര്യം മനസ്സിലാകുന്നത്. ഈ സഹകരണ സംഘങ്ങൾ പെട്ടിക്കട പോലെ തുറന്നു വെച്ചിട്ട് പോലും ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ വന്ന് സ്ത്രീകളെ സ്വാധീനിക്കുകയും അതോടൊപ്പം തന്നെ അവരെ കടക്കണിയിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തടയിടാം എന്നുകൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുന്ന മുറയ്ക്ക് നല്ലൊരു നിർദ്ദേശം കൂടി തന്നിട്ട് വേണം നമുക്ക് അല്ലെങ്കിൽ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പഠന ക്ലാസ്സിൽ നിന്ന് പിരിയണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഈ ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക ഈ കളമശ്ശേരി മേഖല എന്ന് പറയുന്നത്. കാര്യം ഞാനിപ്പോൾ താമസിക്കുന്നത് മഞ്ഞുമലയാണ്. ഏരൂരിൻ്റെ
ഒരു പക്ഷേ ആ മുനിസിപ്പാലിറ്റിയുടെ ടൗണിലെ ഉള്ളിലാണ് ഞങ്ങളുടെ സ്ഥാപനം ഇരിക്കുന്നത്. അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വിവിധ മേഖലയിൽ നിന്ന് കടമെടുത്ത് ഒട്ടും എങ്ങും നിലനിൽക്കാൻ വയ്യാത്ത ഒരു സന്ദർഭത്തിലാണ് ഈ വ്യക്തികൾ നമ്മളെ സഹകരണ സ്ഥാപനങ്ങളെ സമീപിക്കുന്നത്. അവിടെ നിന്ന് കടമെടുത്തിട്ട് പോയി പിന്നീട് ഒരു 6, 7, 8, 9, 10, 12 കൊല്ലം വരെ അയാളുടെ പ്രോപ്പർട്ടി പല സഹകരണ ബാങ്കിൽ ഇരിപ്പുണ്ടേ എന്നുള്ള കാര്യം, വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കാര്യം ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ്. എങ്ങനെ ഇതിനെ ഈടാക്കാൻ കഴിയും? എന്ത് ചെയ്യും? കാര്യം നമ്മൾ മാത്രമല്ല അതിന് ഉത്തരവാദി. വരുന്ന നിയമങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് സഹകരണ മേഖലയെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മേഖലയെ എങ്ങനെ തകർക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഇടയ്ക്കാണ് ഈ പാവപ്പെട്ടവരുടെയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെ തലയുയർത്തി നിൽക്കുന്നത്. ഈ തലയുയർത്തി നിൽക്കുന്ന സ്ഥാപനത്തിനെ ഒരുപടി കൂടി തലയുയർത്തി നിൽക്കാനുള്ള ഒരു ആവേശവും പ്രവർത്തനവും നമ്മുടെ അത് സഹകരണ സംഘ ജീവനക്കാർക്കുണ്ടാ പ്രതിബദ്ധത, ഭരണസമിതി അംഗങ്ങൾക്കുണ്ടാ പ്രതിബദ്ധത, അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങളെ അംഗങ്ങൾ പറയണം ഈ സ്ഥാപനം നമുക്ക് വേണ്ടി നിലനിൽക്കണം എന്ന ഒരു ബോധ്യത്തിലോട്ട് അവരെയും കൂടി കൊണ്ടുവരുന്നതിന് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളുടെ സഹകരണ വിദ്യാഭ്യാസം കൂടി കൊടുക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഏവർക്കും ആശംസ.